guys. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഡി വിസ എടുത്തത്, പിന്നെ എംബസിയിൽ എങ്ങനെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു, പിന്നെ എന്തൊക്കെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോയത് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇപ്പം നമ്മളിപ്പം ഏത് യൂറോപ്യൻ രാജ്യത്തായാലും ഇപ്പം സ്റ്റഡി പർപ്പസിനായാലും വർക്ക് പർപ്പസിനായാലും പെട്ടെന്ന് വരണം, ഒരു 2 ആഴ്ച കൊണ്ട് വരണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട വിസയാണ് ഡി വിസ. പിന്നെ 90 ഡേയ്സ് മോർ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് ഇത് എടുക്കാൻ മെയിനായിട്ട്. അതിപ്പോൾ ഇതിൻ്റെ ഇത് പല പേരിൽ അറിയപ്പെടും. നാഷണൽ വിസ, ഡി വിസ, ലോങ് സ്റ്റേ വിസ, നെതർലാൻഡിൽ ഇതിൽ MVV എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മൾ ഒരുവിധ എല്ലാ രാജ്യത്തിൻ്റെയും യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒക്കെ ഡി വിസ റിക്വയർമെൻറ്റ് എടുത്ത് നോക്കിയാലും ഇതൊക്കെ വളരെ സെയിമാണ്. ഓൾ ടുഗദർ ഇതൊക്കെ സെയിമാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെയിം സാധനമാണ്. ഇപ്പോൾ ഒരു കൺട്രിയിൽ നിങ്ങൾക്ക് ചെയ്താൽ സെയിം സാധനം നിങ്ങൾക്ക് ചെയ്യാം. കാരണം നമ്മളിത് ഒറ്റക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഏജൻസിയുടെ സഹായത്തോടെ അല്ല ചെയ്യുന്നത്. നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ടും ഗൂഗിൾ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് എംബസിയിൽ കോൺടാക്ട് ചെയ്തിട്ടൊക്കെയാണ്. ഫുൾ ഒരു എന്താ പറയുക, ഇമെയിൽ ചെയിനൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ വരുന്ന 2 ആഴ്ച എംബസിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽ എക്സ്ചേഞ്ച് ആയിരുന്നു. കാരണം അവർ കോളൊന്നും അധികം ആക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ മെയിനായിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബെൽജിയത്തിൻ്റെ ഒരു വീഡിയോ ആരോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അത്ര ഭയങ്കര സെറ്റപ്പായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക്, എങ്കിലും അതിൽ നിന്നാണ് നമുക്ക് കുറേ ഡീറ്റെയിൽസ് കിട്ടിയത്. അപ്പം എന്നേരെ നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഒരു ഡി വിസ എങ്ങനെ എളുപ്പം ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്യും. മെയിനായിട്ട് ഫോം ഫില്ലിംഗ് ആണ്. ഫോം ഫില്ലിങ് നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ഇത് ഏത് ഫോർമാറ്റിൽ നമ്മൾ ഫില്ല് ചെയ്യണം, ആ ഒരു ഡൗട്ടാണ് നമുക്ക് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, balticmalus.com. 2 ആഴ്ച കൊണ്ട് ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടാക്കിയ വെബ്സൈറ്റ്. ഫുൾ ഇഷ്യൂസ് ആണ്, അപ്പോൾ അധികം നോക്കണ്ട. അതിൽ ലോഗിൻ ചെയ്താൽ ഡി വിസൻ്റെ നമ്മുടെ സാമ്പിൾ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. മീൻസ് ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ ഞാൻ ആപ്ലിക്കേഷൻ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ഫീൽഡിലും എന്താണ് ഫില്ല് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഉണ്ട്. അപ്പോൾ ആരായാലും ഇത് നോക്കിയാൽ സിമ്പിളായിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മളെന്തായാലും ആ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് അത് വെച്ചിട്ട് ബാക്കി സംസാരിക്കുക. അപ്പം കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പം ഒരു രാജ്യത്തിൻ്റെ അല്ല കേട്ടോ, ഏത് ഡി വിസൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഒരു ഡി വിസ അപ്ലിക്കേഷൻ ഫോമാണ്. ഇത് പല പേരിൽ അറിയപ്പെടും. തൽക്കാലം ഒരു അപ്ലിക്കേഷൻ ഫോം, ഡി വിസ അപ്ലിക്കേഷൻ ഫോം, ഏത് രാജ്യത്തിൻ്റെയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് കംപ്ലീറ്റഡ് ആയിരിക്കണം. പിന്നെ വേണ്ടത് വാലിഡ് പാസ്പോർട്ട് ഉണ്ടാവും. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ പ്രൂഫ് ഓഫ് ട്രാവൽ, മെഡിക്കൽ ഇൻഷുറൻസ് വേണം. പിന്നെ അക്കോമഡേഷൻ, മീൻസ് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ, പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട്. പിന്നെ വേണ്ടത് ഒരു കവർ ലെറ്റർ. ഈ സാധനമാണ് എല്ലായിടത്തും ആവശ്യം. മീൻസ് ഇത് നമ്മളിപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ സെയിം സാധനമാണ് എന്ത് പരിപാടിക്കും ആവശ്യം. ഏത് രാജ്യത്തിന് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നവരും ഈ കാര്യങ്ങൾ വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അപ്ലിക്കേഷൻ ഫോം. അപ്പം നമ്മളിപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് തന്നെ പറയാൻ പേഴ്സണൽ ഡാറ്റ ഓഫ് അപ്ലിക്കൻറ്റ്. അതെ, നിങ്ങളെ ഇൻ്റലിജൻസിന് ഇൻസൾട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഈ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഫില്ല് ചെയ്യാൻ പറ്റും. പേഴ്സണൽ ഡാറ്റ ഒക്കെ നിങ്ങളെ പാസ്പോർട്ട് നോക്കിയിട്ട് ഫില്ല് ചെയ്താൽ മതി. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഇപ്പം അതേപോലെ തന്നെ ഇനിയിപ്പം കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതൊക്കെ അറിയാമല്ലോ, ഇതൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ഹോം അഡ്രസ്സ്, ഈ അഡ്രസ്സിൻ്റെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാവും. അപ്പം അത് ഞാൻ ഓൾറെഡി അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പാസ്പോർട്ടിൽ എങ്ങനെയാണുള്ളത്, പാസ്പോർട്ടിൽ നമ്മൾ അഡ്രസ്സ് ഉണ്ടാകും. കാരണം അത് വെച്ചിട്ട് അവർ വെരിഫൈ ചെയ്യാൻ. അപ്പം ആ ഒരു രീതിക്ക് തന്നെ ഫില്ല് ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും. പാസ്പോർട്ട് നോക്കിയിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യാം. ഇനി നിങ്ങളിപ്പം എന്ത് പർപ്പസിനാണെങ്കിലും, സ്റ്റഡി ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കണമല്ലോ, ആ നാട്ടിൽ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ അക്കോമഡേഷൻ പ്രീപെയ്ഡ് ആയിട്ട് ബുക്ക് ചെയ്യണം. അപ്പം അതിൻ്റെ മീൻസ് യൂറോപ്പിൽ ഒരുവിധം ഉള്ള എല്ലാ സ്ഥലത്തുള്ള അഡ്രസ് ഫോർമാറ്റ് ഇങ്ങനെയാണ്. അപ്പം ഇത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ സംഭവത്തിൻ്റെ അഡ്രസ്സ് കിട്ടാൻ. അത് നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു സൈഡാണ് ഈ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ നമ്മളിപ്പം ഓർഡിനറി പാസ്പോർട്ടാണോ, ഇപ്പോൾ നമ്മുടെ ഒരുവിധം എല്ലാവരുടെയും ഓർഡിനറി ആയിരിക്കും. പിന്നെ അത് പല ആൾക്കാർക്ക്, ഗവൺമെൻറ് ഒഫീഷ്യൽസിനൊക്കെയാണ് വേറെ ടൈപ്പ് പാസ്പോർട്ട് ഉണ്ടാവുക. അങ്ങനെ മീൻസ് നമ്മളുടെ ഒരുവിധം എല്ലാവരുടെയും ഓർഡിനറി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇഷ്യൂഡ് ബൈ എന്നൊക്കെ പറഞ്ഞൊരു ഫീൽഡ് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിനില്ല. അപ്പോൾ അതിന് നമ്മുടെ സീല് നോക്കണം. അപ്പോൾ നമ്മൾ മീൻസ് നമ്മളിങ്ങനെ കൊടുക്കുക, പ്ലേസ് ഓഫ് ഇഷ്യൂ എന്ന് പറഞ്ഞ സ്ഥലം, റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് സീൽ കിട്ടിയത്. നമ്മുടെ ഒക്കെ കോഴിക്കോടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇത്. ബാക്കിയുള്ള രാജ്യത്തിനൊക്കെ
പാസ്പോർട്ടിൽ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. അപ്പം അത് എളുപ്പമാണ് അവർക്ക് നോക്കിയിട്ട്. പക്ഷെ നമ്മളെ കാര്യത്തിൽ ഈ സീലൊക്കെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പിന്നെ നിങ്ങളുടെ പ്രീവിയസ് അഡ്രസ്സ്, പണ്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, പണ്ട് നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥലമാണോ അതോ പഠിച്ച സ്ഥലമാണോ, അവിടുത്തെ അഡ്രസ്സ് അതൊക്കെ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ആവശ്യം. നിങ്ങളിപ്പം വർക്കിന് വരുന്നതാണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, മീൻസ് ആസ് പെർ യുവർ നീഡ്സ്. പിന്നെ ജേർണി ഡീറ്റെയിൽസ്, മീൻസ് അത് സെയിം സാധനം, സ്റ്റഡി ആണോ വർക്കാണോ ഇപ്പം എന്തെങ്കിലും മെഡിക്കൽ റീസൺ ആണോ അതൊക്കെ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതാണ്, എന്നാണ് നിങ്ങൾക്ക് വിസ വേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഇനീഷ്യൽ ഡേറ്റ്, ഇത് നിങ്ങൾ നോക്കുന്നേരം നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിലുള്ള ഡേറ്റ് കൂടി നോക്കണം. കാരണം അത് രണ്ടും പലതാവാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഇന്നാണ് എത്തുന്നതെങ്കിൽ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് വിസ വേണേ വിടാം. അല്ലാണ്ട് ഇപ്പോൾ ഇന്നെത്തിയിട്ട് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്, അത് മീൻസ് ആ ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ടാവാൻ പാടില്ല. മാച്ച് ആവണം നിങ്ങൾ വരുന്നതും എന്നാണ്, മീൻസ് ഫ്ലൈറ്റ് ടിക്കറ്റിൽ നിങ്ങളെ ഫ്ലൈറ്റ് എന്നാണ്, അതുപോലെ തന്നെ വിസ എന്നാണ് വേണ്ടത്, അതൊക്കെ നോക്കിയെടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ മീൻസ് ഓഫ് മീൻസ് നമ്മൾ എത്ര നമുക്കൊരു പൈസ വേണ്ടേ, നമുക്ക് ഏത് നാട്ടിൽ ജീവിക്കാനും പൈസ വേണമല്ലോ. സാലറി കിട്ടില്ല. സ്റ്റുഡൻ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു നിങ്ങൾക്ക് ഉറപ്പില്ല. അത് നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നവരെ, ഒരു പാർട്ട് ടൈം ജോബ് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണ്ടേ. ഇതിൽ അവർ ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ക്യാഷ് ഉള്ളത്, കാർഡിലാണോ അതോ ക്യാഷ് ആയിട്ടാണോ കൊണ്ടുവരുന്നത്, ആ ഒരു കാര്യം നമ്മൾ നോക്കണം. ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തിലാണ് അത് പറയുന്നത്, മീൻസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഇതിൽ സാലറി ഒക്കെ കാണും. കാരണം വർക്ക് വിസയിൽ വരുന്ന, വർക്കിൻ പർപ്പസിന് വരുന്ന ആൾക്കാർക്ക് സാലറി കിട്ടും. അപ്പോൾ ഇനീഷ്യലുള്ള കുറച്ച് ആ ഒരു മാസത്തെ മാത്രം പൈസ അവർ കണ്ടാൽ മതി. അപ്പോൾ അത് ഡിപ്പെൻസ് എന്തിനാണ് നിങ്ങൾ വരുന്നത്, അതിനനുസരിച്ച് ഇതിലത്തെ കാര്യങ്ങളൊക്കെ മാറും. പക്ഷെ എന്നാലും കൺഫ്യൂഷൻ വരുന്ന ഭാഗത്തൊക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ചിലത് ഞാനിവിടെ ബ്ലാങ്ക്, ഇപ്പോൾ നിങ്ങൾക്ക് പകരമായിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതാണെങ്കിലോ, നിങ്ങളുടെ കുട്ടിക്ക് പകരമായിട്ട് ചെയ്യുന്നതാണെങ്കിലോ ആ ഡീറ്റെയിൽസ് ഒക്കെ വേറെ സെക്ഷനിലാണ്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും എവിടെയാണ് അത് കൊടുക്കേണ്ടത്. അപ്പം നമുക്കപ്പം അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വാലിഡ് പാസ്പോർട്ടാണ്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. മീൻസ് നമ്മളിപ്പോൾ ഒരു വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് കൊണ്ടേ പോകണ്ടു, ഇല്ലെങ്കിൽ റിജക്ഷൻ ഷുവർ ആണ്. നെക്സ്റ്റ് ആയിട്ടുള്ളത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. ഇപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ ഒരുവിധം എല്ലാ കൺട്രീസിലും ഇതാണ് ജനറൽ റൂൾസ്. ഇപ്പം നമ്മൾ 70 to 80 നമ്മുടെ പിന്നെ എഡിറ്റിങ്ങും അധികം ഫോട്ടോഷോപ്പ് റോ ആയിരിക്കണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് 6 മാസത്തിനിടയിൽ എടുത്തത്. പിന്നെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ആവാൻ നിൽക്കണ്ട, വൈറ്റിൽ എടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ കൺഫ്യൂഷൻ വരുന്നത് ഈ ഡയമെൻഷന്റെ കാര്യത്തിൽ. ഡയമെൻഷൻ നോക്കാൻ ഇപ്പൊ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ചെയ്യേണ്ടത്, മീൻസ് നിങ്ങളിപ്പം ഇൻ പേഴ്സൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളത് പേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ 2 ഡയമെൻഷനൊക്കെ കാണുകയാണെങ്കിൽ രണ്ടും ക്യാരി ചെയ്തോ, എന്നിട്ട് പേസ്റ്റ് ചെയ്യാണ്ട് പോയാൽ മതി. അവിടുന്ന് അവർ പറയുന്ന വെച്ചിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. നമ്മളെപ്പോഴും കൂടുതൽ കൊണ്ടുപോയാൽ കുഴപ്പമില്ല, അത് കട്ട് ചെയ്തിട്ടെങ്കിലും വെക്കാം. കുറഞ്ഞത് കൊണ്ടുപോയാൽ അത് റീസബ്മിഷൻ കിട്ടും, ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അത് നോക്കാൻ. പിന്നെ ഇതിന്റെ കാര്യത്തിൽ അധികം പറയാനൊന്നുമില്ല. പാസ്പോർട്ട് സൈസ് മാറ്റ് ആണെങ്കിലും ഗ്ലോസി ആണെങ്കിലോ ഒക്കെ കുഴപ്പമില്ല, അതൊന്നും അവര് മെൻഷൻ ചെയ്യില്ല. എങ്കിലും അതാ പറഞ്ഞു, നമുക്കും അങ്ങനെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ഗ്ലോസി ആണോ മാറ്റ് ആണോ. നമ്മള് ഡൽഹിയിൽ നിന്ന് കൊടുത്ത്, നാട്ടിൽ നിന്ന് കൊടുത്ത്. അപ്പൊ ഇത് നമുക്കൊരു വലിയ ടാസ്ക് പോലെയാണ് നമുക്ക് തോന്നിയത്. മാറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഗ്ലോസി ആണെങ്കിലും കുഴപ്പമില്ല. ഡയമെൻഷൻ രണ്ടെണ്ണം കാണുകയാണെങ്കിൽ പേസ്റ്റ് ചെയ്യണ്ട, എടുത്തു പോയാൽ മതി. എന്നിട്ട് അവിടുന്ന് പേസ്റ്റ് ചെയ്തോ, ഇൻ പേഴ്സൺ സബ്മിഷൻ ആണെങ്കിൽ. പിന്നെ നെക്സ്റ്റ് പ്രൂഫ് ഓഫ് ഫണ്ട്. ഇത് ഞാനിവിടെ 6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നത്. മോസ്റ്റ് കൺട്രീസിലും 3 months ഒക്കെ പറയുന്നത്. പക്ഷെ അത് സേഫ്റ്റിക്ക് 6 months എടുത്തോ. കാരണം ഞാൻ 3 months എന്നൊക്കെ ആയിരുന്നു നമുക്ക് എഴുതിയത്. പക്ഷെ എന്റെ കൂടെ വന്ന 2-3 പേർക്ക് റീസബ്മിഷൻ കിട്ടി. അവരോട് പോയിട്ട് 6 months എടുത്തിട്ട് വരാൻ പറഞ്ഞു. 6 months എടുത്തിട്ട് വരാൻ പറയുന്നതല്ല. ഇപ്പൊ നമുക്കിത് മൊബൈൽ ആപ്പ് വഴി ബാങ്കിങ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. പക്ഷെ അത് പോരാ, സീല് വേണം. അപ്പൊ എന്തായാലും നമ്മൾ ബാങ്ക് വിസിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ അറ്റസ്റ്റ് ചെയ്യണം, ചുമ്മാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോക്കല്ല, അത് അറ്റസ്റ്റ് ചെയ്യണം ബാങ്കിൽ നിന്ന്, അത് മറക്കണ്ട. പിന്നെ ഈ ഇത് തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഈ പ്രൂഫ് ഓഫ് ഫണ്ട് പല രാജ്യങ്ങൾക്കും പലതാണ് ഉണ്ടാവുക, വേരി ചെയ്യും. അത് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ എസ്റ്റോണിയൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പെർ ഡേ 100 euro ആണ്. ഇപ്പോൾ 3000 euro നമ്മൾ കരുതണം. ഇൻ കേസ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നാലും നമ്മൾ കുറച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഇത് ആകെ ഒരു മാസം ആ ഒരു ടൈമിൽ കാണിക്കേണ്ട കാര്യമുള്ളൂ.
അത് നമ്മള് ഇപ്പൊ ഇൻ കേസ് ഇതിന്റെ കുറവുകൊണ്ട് നമ്മള് റീസബ്മിഷൻ കിട്ടുന്നുള്ളതുകൊണ്ട് നമ്മള് കറക്റ്റ് എടുത്തിട്ടാ പോയത്. ആ ഒരു പരിപാടി ആ ഒരു ടൈമിൽ മാത്രമേ ഇത് മീൻസ് അത് കാണിക്കേണ്ട കാര്യമുള്ളൂ. ഇത് അവര് പോയി നോക്കൊന്നുമില്ല നമ്മളെ അക്കൗണ്ടിൽ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ. പ്രശ്നമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എങ്കിലും വേണ്ട, നിങ്ങൾ കരുതാം എന്തായാലും ആ പറഞ്ഞ റേറ്റിംഗ് എമൗണ്ട് കരുതി വെക്കാം. നിങ്ങൾ അതിന് ഈ ഡൗട്ട്സ് നിങ്ങൾ ആ എംബസിയിൽ വിളിച്ചു വയ്ക്കുകയാണ്. മീൻസ് ഇൻ കേസ് അവർ പ്രൂഫ് ഓഫ് ഫണ്ടിന് മാത്രം റിക്വയർമെന്റിൽ എഴുതിയിട്ട് എത്രയാണെന്ന് പറയുന്നില്ലെങ്കിൽ എംബസിയിൽ വിളിച്ചു നോക്കാം. പിന്നെ ഉള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നോക്കാൻ ഇപ്പം അതിലും ഈ കൺട്രീന്റെ റിക്വയർമെന്റ് പറയും എത്ര എത്ര യൂറോ കവറേജ് ആണ് വേണ്ടത്. 30,000 to 50,000 ആയിരുന്നു എസ്റ്റോണിയന്റെ കാര്യം. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ആ രാജ്യത്ത് എത്രയാണ് വേണ്ടത്, പിന്നെ ഏതൊക്കെ പ്രൊവൈഡർ ഉണ്ട്, മീൻസ് ഒഫീഷ്യലി ഇപ്പം നമ്മളതിൽ ഒരു 10 പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഈ റിലയൻസ് പെടും. ഇപ്പോൾ റിലയൻസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാ കൺട്രീസും അവിടെ മെൻഷൻ ചെയ്യില്ല. ഡ്രോപ്പ് ഡൗണിൽ 2-3 കൺട്രീസും ഫേമസ് യൂറോപ്യൻ കൺട്രീസ് വെച്ചാൽ ബാക്കി എല്ലാത്തിനും അതർന്നാണ്. ഞാൻ അതർന്ന് മെൻഷൻ ചെയ്തിട്ട് അടുത്തത്. ഞാൻ റിലയൻസ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞത് റിലയൻസ് വളരെ ചീപ്പാണ്. ബാക്കി നമ്മൾ HDFC എർഗോ അതൊക്കെ നോക്കിയായിരുന്നു. അതിനൊക്കെ 6,000-5,000 ഒക്കെ വന്നിട്ടുണ്ട് 3 മാസത്തിന്. 2.7 2.6 അത്രയൊക്കെ ആയുള്ളൂ. അപ്പൊ അതാണ് ഞാൻ റിലയൻസ് എടുത്തത്. പിന്നെ ഇവളും അതാ എടുത്തത്. പിന്നെ നമ്മൾ 2 ആൾക്കാരും ഇത് എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഡിവിസന്റെ കോസ്റ്റ് ആണ്. സ്റ്റേറ്റ് ഫീ, കോസ്റ്റ് എല്ലാം കണക്ക് തന്നെ. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതും ഓരോ കൺട്രിക്ക് അനുസരിച്ച് വേരി ചെയ്യും. ഇപ്പം അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ പർപ്പസിനും വേരി ചെയ്യും. ഇൻ കേസ് വർക്ക് പർപ്പസിനാണെങ്കിൽ നെതർലാൻഡിൽ MVV ഒക്കെ ഈ എംപ്ലോയർ ആണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യാൻ. അപ്പോൾ അവർ ആ സമയം തന്നെ 350 euro പേ ചെയ്യും. ഇപ്പം നമ്മുടെ കാര്യത്തിൽ ഇത് നമ്മളാണ് ചെയ്യുന്നത്. നമുക്ക് ജോബ് പർപ്പസിന് വന്നാൽ നമുക്ക് ഇവിടുന്ന് റീഇംബേഴ്സ് ചെയ്യാം. അപ്പം അത് വേരി ചെയ്യും. എങ്ങനെ ഇതിപ്പോൾ ഇൻ കേസ് നമ്മളാണിത് പേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ എനേബിൾ ചെയ്യണം നമ്മുടെ. കാരണം എംബസി ഒരിക്കലും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല, അവർക്ക് കാർഡ് തന്നെ വേണം. പിന്നെ അത് അവര് INR പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യില്ല, യൂറോയിൽ വേണം. അപ്പം എന്തായാലും നിങ്ങൾ ബാങ്കുമായിട്ട് സംസാരിച്ചിട്ടോ അത് മൊബൈൽ ബാങ്കിങ് പോയിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങളും സംസാരിച്ചിട്ട് ഇത് എനേബിൾ ചെയ്ത് വെക്കാം. മീൻസ് എന്തായാലും ഇപ്പൊ നമ്മളൊക്കെ ഞാനും ഇവിടെ ഒരുമിച്ചാണ് പോയത്. അപ്പൊ നമ്മൾ 2 ആളെ ബാങ്കിൽ എനേബിൾ ചെയ്തിട്ട് ആ ക്യാഷ് ഉണ്ടായിരുന്നു. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വർക്കായിട്ടില്ല ഇവളെ യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട്. നമ്മുടെ നെക്സ്റ്റ് ഡോക്യുമെന്റ് ഇൻഡിക്കേറ്റിംഗ് പർപ്പസ് ഓഫ് ജേർണി ആണ്. ഇപ്പം മെയിനായിട്ട് 3 പർപ്പസ് ഉണ്ടാവുക: വർക്ക്, സ്റ്റഡി, ഇല്ലെങ്കിൽ ഫാമിലി. നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരുന്നേരോ. അതാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത് കേട്ടോ. ഇപ്പം വർക്കിൻ്റെതാണെങ്കിൽ ഇപ്പം അതിൽ ഷോർട്ട് ടേം എംപ്ലോയ്മെൻറ്റോ, ഇപ്പം ചില സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് പ്യൂർലി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എംബസിക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ ജോബിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മീൻസ് ഇത് ആപ്ലിക്കബിൾ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് കൊണ്ടുവരാൻ മീൻസ് എസ്റ്റോണിയയിലൊക്കെ നമ്മൾ ഷോർട്ട് ടേം എംപ്ലോയ്മെൻറ്റ് കാണിച്ചു കൊടുക്കണം. നെതർലാൻഡിൽ അങ്ങനെയല്ല. അത് ഓൾറെഡി അവർക്കൊരു കൺഫർമേഷൻ കിട്ടലാണ്. എംപ്ലോയർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പേ ചെയ്തിട്ടുണ്ട്. അപ്പം അവർ ആ ഹൈലി സ്കിൽഡ് പരിപാടിക്ക് ജസ്റ്റ് ഒരു കൺഫർമേഷൻ അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇനിയിപ്പം ഫാമിലിയുടെ ആണെങ്കിൽ നമുക്ക് അപ്പോസ്റ്റൽ ആവശ്യം വരാം. അപ്പോസ്റ്റൽ തന്നെ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത് 2 ഒറിജിനൽ അപ്പോസ്റ്റൽ ആണ്. ഇങ്ങനെയാണ് അതിന്റെ സീൽ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ബാക്കിൽ ഇങ്ങനെ തന്നെ സീൽ ഉണ്ടാവും. അത് നമ്മൾ ഒറിജിനൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പം മാരേജ് സർട്ടിഫിക്കറ്റ് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ പ്രിന്റ് ഔട്ട് ആയിട്ട് കിട്ടും. അക്ഷയ പോയാൽ നമുക്കത് കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ ഒറ്റക്ക് പോയി ചെയ്യുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ബെസ്റ്റ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഏജൻസിയോ ട്രാവൽ ഏജൻസിയാണ്. നമ്മൾ ചെയ്ത അക്ബർ ട്രാവൽസിലായിരുന്നു. ഇപ്പോൾ ഓരോ ഡോക്യുമെന്റിനാണ് പൈസ. അപ്പോൾ ഏതാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പം നിങ്ങളുടെ ഇപ്പം മാരേജ് സർട്ടിഫിക്കറ്റോ ഇനിയിപ്പോൾ വർക്കിനാണ് പോകുന്നതെങ്കിൽ ഡിഗ്രീൻ്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ ചെയ്യണം. ഓരോ ഡോക്യുമെന്റിനും പൈസയാണ്. ഒരു ഡോക്യുമെന്റിന് 2.6 2.7 2.5 3K അണ്ടറാണ്. ഇപ്പോൾ 2.5 3K അണ്ടറിലാണ് വരാൻ ഒരു ഡോക്യുമെന്റ് ചാർജ്. കിട്ടും. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ആരെങ്കിലും കണ്ണൂർ സൈഡിൽ നിന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അക്ബർ ട്രാവൽസിൽ തന്നെ ചെയ്തോന്ന് പറയും. പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഉള്ളത് പിന്നെ ലാസ്റ്റ് ഉള്ളത് കവർ ലെറ്റർ ആണ്.
ഇത് ജസ്റ്റ് ഇപ്പം നിങ്ങൾ എന്തിനാ പോകുന്നത് അതിൻ്റെ ഒരു കവർ ലെറ്റർ, ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ മുന്നേ ഇവിടെയാണ് വർക്ക് ചെയ്തത്, എനിക്ക് പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ഓഫർ കിട്ടിയിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നത്. അപ്പം ഇതാണ് ആ ഒരു പേർപ്പസ് ഓഫ് ജേണി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത്ര പ്രൂഫ് ഓഫ് ഫണ്ട് കരുതിയിട്ടുണ്ട്, അത് ഇന്ന മോഡിലാണ് കരുതിയത്. ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷ് ആയിട്ട്, കാർഡായിട്ടാണെങ്കിൽ കാർഡായിട്ട്. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഓഫ് അക്കോമഡേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ. നിങ്ങൾക്ക് എത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രക്ക് അവർ ചോദ്യങ്ങളൊന്നും വരില്ല. അപ്പോൾ കവർ ലെറ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതി. അവർ വായിച്ചു നോക്കും, അവർക്ക് നമ്മളോട് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക. അത് ഓരോ സ്ഥലത്ത് ഡിഫറെന്റ് ആയിരിക്കും. നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും നമ്മുടെ മെയിൻ ഫോമിലുള്ള ആ ഒരു നമ്പർ വെച്ചിട്ടാണ്. നമ്മുടെ ഇവിടുത്തെ കാര്യം എങ്ങനെയാന്ന് പറയാം, നമുക്ക് എല്ലാവരുടെ കാര്യം അറിയില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എംബസിയിൽ ഒരു ടൈം സ്ലോട്ട് എടുത്ത് ബുക്ക് ചെയ്യലാണ് ഉണ്ടാവുക ഇതൊക്കെ റെഡി ആണെങ്കിൽ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ഈ ആദ്യം തന്നെ ഓൺലൈൻ ആയിട്ടാണ് ഈ ഡോക്യുമെന്റ് നമ്മൾ കാണിച്ചില്ല, ആ ഡോക്യുമെന്റ് ഓൺലൈൻ ആയിട്ടാണ് ഫില്ല് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും. ആ ഡോക്യുമെന്റ് നമ്പർ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും ആ കാര്യങ്ങളും പിന്നെ ഫിംഗർ പ്രിൻറ്റും കൊടുക്കാൻ നമ്മൾ എംബസിയിൽ ഡയറക്റ്റ് ആയിട്ട് പോകണം. അപ്പോൾ നമ്മൾ നമ്മളെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മേക്ക് എ അപ്പോയിൻമെൻറ്റ് അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. ഒരു എംബസി പോയിട്ട് മേക്ക് എ ബുക്കിംഗ് എന്നിട്ടും പറഞ്ഞു, എന്നിട്ട് നമ്മുടെ ഫുൾ നെയിം കൊടുത്ത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഫോർമാറ്റിൽ, പിന്നെ ഈ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ്, അപ്പം അതിൻ്റെ മുകളിൽ ഒരു ഡോക്യുമെന്റ് നമ്പർ ഉണ്ടാവും, അത് കൊടുത്ത്, പിന്നെ എന്നാണ് ഫ്രീ ആ ഒരു സ്ലോട്ട് എന്നാണ് അതിനനുസരിച്ച് നമ്മൾ കൊടുത്ത് എന്നിട്ട് അവർ ജസ്റ്റ് ഇതൊക്കെ നോക്കും, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കും, നമ്മൾ ഫിംഗർ പ്രിന്റ് എടുക്കും, ഈ പൈസ പേ ചെയ്യും, പിന്നെ അവരെന്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കും. ഒരു ചെറിയൊരു ഇന്റർവ്യൂ പോലെ അങ്ങനെ അതൊക്കെ ചോദിച്ച് അങ്ങനെ നമുക്ക് ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇമെയിലും വരും, നമുക്ക് കോളും വന്നിട്ടുണ്ട്. നമുക്ക് ഡൽഹി എംബസിയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഡി വിസ വന്നിട്ടുണ്ട്, വന്ന് പാസ്പോർട്ട് കളക്ട് ചെയ്തു. അപ്പോൾ പിന്നെയും പോയി വളരെ ഫാസ്റ്റ് ആയിരുന്നു എസ്റ്റോണിയൻ്റെ കാര്യത്തിൽ. ഇനി ബാക്കിയുള്ള കാര്യം നമുക്കറിയില്ല, എങ്കിലും ഇതാണ് പ്രോസസ്സ്. ഓൾറെഡി നമ്മൾ ഡി വിസൻ്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ അതും നമ്മൾ ആക്റ്റീവാണ്. ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, അതിൽ നിങ്ങൾ ചോദിച്ചോ. അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും, നമുക്ക് അധിക കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് നമ്മളങ്ങനെ എന്നും വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. എങ്കിലും എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പറയാം, ഇമ്പ്രൂവ് ചെയ്യാം. എന്തായാലും കുറെ ഏരിയ ഉണ്ട്, ഒരു വലിയ ലിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്കും ഇമ്പ്രൂവ്മെന്റിനോട് നമുക്ക് കുറച്ച് ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ അറിയിക്കുക കമന്റിലോട്ട്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.